ഞങ്ങളങ്ങനെ ഇവിടുന്ന് റിസോർട്ടിൽ നിന്ന് വെൽക്കം ബാക്ക് ടു മൂന്നാർ ബ്ലോഗ് എപ്പിസോഡ് 2. എല്ലാവരും നോക്ക്. ഹായ്. നമ്മളെങ്ങോട്ടാ? എല്ലാവരും കിട്ടുന്നുണ്ടോ? ചതുരംഗപ്പാറ. കണ്ണിലോട്ട് ഫ്ലാഷ്. സോറി, ക്ഷമിക്കണം. ഓക്കെ, എല്ലാവരും ജീപ്പിൽ കയറി. അവിടെ ഒരു ജീപ്പിലാളുണ്ട്. ഹായ് മനാഫരെ, ഹായ് കൊടുക്ക്. ഇവിടെ ഫോൺ തരാം. അയ്യോ, തമാശ കൊള്ളാം. ഇസ്മ വിളിക്കുന്നു. ഓക്കെ, എല്ലാവരും ഹായ് ചേട്ടാ. ഹായ് ബ്ലോഗിൽ ഹായ്. എല്ലാവരും ഹായ്. അപ്പം തുടങ്ങാം. തോറ്റാലോ മച്ചാക്ക് ക്രിക്കറ്റ് അടിച്ചിട്ട് നോക്ക്. അരേ സഫ പകുതി വയ്യായി. ഫ്രണ്ടിലെ ജീപ്പിലെ വരാണോ? ആരെ കയറ്റി വിട്ടു. ഓക്കെ, ബാക്കിലെല്ലാവരും ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സ്റ്റാൻഡിൽ ജീപ്പ് ഇടാം. അവിടെ മൂന്ന് ജീപ്പ് സ്റ്റാൻഡ് ഉണ്ട്. ഓ, അത് ഇടാൻ വേണ്ടി അത് പോലെ 6 മണി കഴിഞ്ഞാൽ അവിടെ സ്റ്റാൻഡിൽ കയറ്റി വരാം. ഓക്കെ ഓക്കെ. 6 മണിക്ക് ഈ ജീപ്പ് അതിനുവേണ്ടി നേരത്തെ പോന്നെ കൈസ്. നമ്മളെ പുറകെ ഒന്നും കയറാൻ പറ്റില്ല. അയാൾ നമ്മളെ തെരുവിളിക്ക് പോലെ നമ്മൾ കയറാൻ പറയാം. പക്ഷെ അവരെന്നിട്ട് കയറ്റി വിടുന്നില്ലല്ലോ പാവം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വിൻഡ് മില്ല് ഇറങ്ങുന്നുണ്ടോ? കാണാമോ? രണ്ട് വിൻഡ് മില്ല്. ആ, എല്ലാവരും ഉണ്ട്. ജീപ്പ് വരുന്നുണ്ട്. ചൂടാനപ്പിണ്ണ കിടക്കണം. ആനയുണ്ടപ്പോ? ഈ ശരി, ആനയുണ്ട്. സേഫാ. നമ്മളെത്താറായോ? ഓ, വിൻഡ് മില്ല്. രണ്ടെണ്ണം കറങ്ങുന്നില്ല, അടിച്ചു പോയാ. സാറ് അവിടെ റേഞ്ചിലാണ് സാറ് വിളിച്ച് പകരം എടുക്കാൻ. ഞാൻ എന്തോ ആനയുടെ കൂടെ ഏകോ തൃശ്ശൂർകാരിയുണ്ട്. പിന്നെ സീരിയൽ എന്ന് പറയുമ്പോൾ ഏകോ ഡ്രീം ടീമാണ്. ഏകോ ആനഭാഷയല്ലേ? ഇന്നലെ തോരത്തി പറഞ്ഞു ഞാൻ വൈപ്പില, എനിക്ക് തൊഴാൻ അറിയാന്ന്. എന്തോ വരാപ്പൂര. എന്നിട്ട് അതെ അതെ, ആ ശരിയാ. എന്നിട്ട് ഒരു കല്ലിന്റെ മണ്ടയ്ക്ക് കൂടെ ഇറങ്ങിയില്ല. കോട കോട കോട. ആനയുണ്ടോ നോക്കണം. എത്തി. എങ്ങനെയുണ്ടായിരുന്നു ശ്രീലക്ഷ്മി? ആന അറിയാൻ കണ്ടായിരുന്നോ? ആന കണ്ടായിരുന്നോ? സഫു അമേസിംഗ്, റിയലി അമേസിംഗ്. സീൻ കാറ്റടിയൊക്കെ ഉണ്ട്. അഫ്രിൻ ഫുള്ള് വീഡിയോഗ്രാഫി. വേറെ ആരും ഉണ്ട് എൻ്റെ മണ്ടയ്ക്ക് അവർ കയറി. എൻ്റെ മണ്ടയ്ക്ക് നമുക്ക് കയറി വരാം. കയറിയേ. പി പി എങ്ങനെ ഉണ്ടായിരുന്നു ട്രാവൽ എക്സ്പീരിയൻസ്? സൂര്യൻ
സീൻ സൂര്യൻ ഉദിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫോട്ടോഷൂട്ടിലാണ്. ആ കാണുന്നതൊക്കെ തമിഴ്നാടാണ്. ഒക്കെ തമിഴ്നാട്. ഇതിന്റെ തൊട്ട് ഓക്കെ ഓക്കെ. ഇത് അവൻ്റെ വേണ്ടി വീഡിയോയ്ക്ക് വേണ്ടി എടുത്തോണ്ടിരിക്കുക. ഇപ്പൊ തന്നെ ഇടാ. നാളുകൾക്ക് ശേഷം സൺറൈസ് കണ്ടു. കുറെ നാളായി സൺറൈസ് ഒക്കെ കണ്ടില്ലേ. ഒന്ന് പിപി ഹായ്. ഓക്കെ അല്ലേ? ഗ്രൗണ്ട് ടെസ്റ്റ് ചെയ്തോ. പിപിയുടെ വക ഗ്രൗണ്ട് ടെസ്റ്റ് കഴിഞ്ഞ് കറക്റ്റ് ഞാൻ യൂട്യൂബ് വീഡിയോകളൊക്കെ ഇവിടെ വീഴും. ലോൺലെസ് കളിക്കുന്നില്ല. ഇവിടെ എത്തി. മനാഫ്തോ കറങ്ങി വരുന്നുണ്ട്. ഏകവും പി പി ഇവിടെ എത്തി. എടാ ഗൗതം എന്തിയേ? അവിടെ സൂര്യൻ ഉദിച്ചു വരുന്നു. നമ്മളിപ്പോൾ പവർ ബാങ്കിൽ സെൽഫ് എടുത്ത് കളിക്കുമായിരുന്നു. എല്ലാവരും യെസ്. ചതുരംഗപ്പാറ ഡൺ. ചതുരംഗപ്പാറ ഡൺ. ഈ സോ അടുത്ത പ്ലേസ്, അടുത്ത സ്പോട്ട്. ഓക്കെ, അടുത്ത സ്പോട്ടില്ല, റിസോർട്ടിൽ പോകണം. പ്ലാന്റേഷൻ ഒക്കെ ഉണ്ട്, സെറ്റാക്കണം. അവിടെ ആൾക്കാർ വരുന്നുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ടായി? എങ്ങനെ ഫോട്ടോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫോട്ടോ വേറെ വഴി. ഇവിടെ ഇഷ്ടം. ഇത് തിരിച്ചിറങ്ങിപ്പോന്നല്ല ഈ വഴി എല്ലാവരും. സാറിന് നമ്മൾ കയറി പോകുന്ന ഞാനൊക്കെ ഇതിലെ കയറി പോകും. വെളുപ്പിനെ ഒരു അതിലെ പോരാ. ഓ ഓക്കെ ഓക്കെ. ഒന്നല്ലെങ്കിൽ ഇതിനകത്ത് ആന ഉണ്ടോ? ഓ ആ അപ്പുറത്ത് പറഞ്ഞല്ലേ. ഇതെല്ലാം ഓടിച്ചിട്ടൊക്കെ നാനയാണ്. ഇതിലാണ് ഇറങ്ങി പോകുന്നത്. ഓ ഇതുവഴിയല്ലേ ഞങ്ങൾ റിസോർട്ടിലൂടെ പോകുന്ന വഴി. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഇനി നല്ല രസമുണ്ട് കേട്ടോ ഈ ഫ്രെയിം. നീ ആ തിരിഞ്ഞു നോക്കിയാൽ നല്ല രസമുണ്ടായി കാണാൻ. പറഞ്ഞ പ്രമോദ്. അയ്യോ ഇതിപ്പോ ഞാൻ തന്നെയാണ്. ആ പറഞ്ഞ ബാക്ക് വരുന്ന തെന്നി പിടിച്ച് വീടില്ല കേട്ടോ. എന്നെയും കൂടി കൊണ്ടുപോല്ലേ പ്ലീസ്. എന്താ സൗണ്ട്? ഓക്കെ അരിഞ്ഞാട് ഇച്ചിരി അങ്ങോട്ട് നീങ്ങിരുന്നേ. ഇങ്ങോട്ട് നല്ല എരിയുണ്ട്.
എടാ ഫ്രണ്ട് നിയാസ് ഇങ്ങോട്ട് നീങ്ങി നടക്കോട്ടോ നടക്കോട്ടോ. ഫുഡ് കഴിക്കാൻ എത്തി. ഓ ഗായ്സ് ഹലോ. എല്ലാം എടുത്ത് വിഷയമില്ല. വായോ. സഫുവിന്റെ സ്റ്റൈല് കാറ്റടിച്ചിട്ട് ആ മുടി ഇരുന്ന് ഇരിപ്പുണ്ടോ ചോദിച്ചു വന്നു. അപ്പം ദോശയൊക്കെ എടുത്തിട്ട് വരാം. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഗുഡ്. പിന്നെ നമ്മുടെ നാടിൻ്റെ ഒന്നും ടേസ്റ്റ് ഇല്ല. എനിവേ നൈസ് നൈസ് വൺസ്. ഓക്കെ ചാർജറാ. ഓക്കെ ബൈ. നമുക്ക് വെയിലത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്പെഷ്യൽ സ്ഥലം കണ്ടുപിടിച്ചേക്കുന്നത് സഫ്വാൻ. ഇവിടെ ചേച്ചി ഡാൻസ് കളിക്കുന്നു. അവിടെ ഏകോ ഷൂട്ട് ഔട്ട്. ഞാൻ കട്ട് ചെയ്തില്ല. ബാക്കിൽ അരിഞ്ചേട്ടൻ മഞ്ഞക്കിളി മഞ്ഞക്കിളി. നിങ്ങളും ടീം കണ്ടോ? ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് റിസോർട്ടിൽ നിന്ന് എല്ലാവരും പേടിച്ചില്ല. എല്ലാം ശ്രദ്ധിച്ചില്ലേ? അപ്പൊ നമ്മള് ഗ്രൗണ്ട് ടെസ്റ്റ് ഇവിടുത്തെ ടെസ്റ്റ് ആക്കിയിട്ടുണ്ട്. അവിടുത്തെ പറഞ്ഞ ഇവിടുത്തെ കാര്യം മടങ്ങി കേട്ടോ. വിഷയമില്ല, കാര്യം മടങ്ങിയിട്ടില്ല. ഓക്കെ നമ്മള് ഇങ്ങനെ ഇവിടുന്ന് ഇറങ്ങാണ്. എങ്ങനെയുണ്ട് ഹരിഞ്ഞ റിസോർട്ടൊക്കെ? ഹാപ്പി അല്ലേ? റിസോർട്ട് അടിപൊളി, നല്ലൊരു എക്സ്പീരിയൻസ്. സൂപ്പർ. ലാസ്റ്റ് ആയിട്ട് കാണിക്കണം. ഇതാണ് ഞങ്ങൾ നിങ്ങളുടെ സ്ഥലം. യാസൽ വില്ലേജ് മസ്റ്റ് വിസിറ്റ്. ഇന്നലെ എല്ലാവരും വന്ന് എല്ലാവരും എൻജോയ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നല്ല റിസോർട്ടായിരുന്നു. നല്ല റേറ്റിംഗ് കൊടുക്കാൻ പറ്റും. പിന്നെ പ്ലാന്റേഷൻ വർക്കൊക്കെ നമുക്ക് മടിയായിട്ട് നമ്മൾ പോയില്ല. അത് പോയിരുന്നെങ്കിൽ മറ്റേ ഇലഞ്ഞി എന്താ വൈഫൈ ഉണ്ടായില്ല. വൈഫൈ അത് ശോഭ. പക്ഷെ രാവിലെ ശരിയാക്കി. വൈഫൈ വേണ്ടായിരുന്നു. വൈഫൈ വന്ന് എല്ലാവരും ഫോണിൽ പോയിരുന്നു. വൈഫൈ ഇല്ലാത്തോണ്ടല്ലേ ഗെയിം ഒക്കെ കളിക്കാൻ പറ്റും. വീട്ടിലോട്ട് വിളിക്കണ്ടേ? അറിയണ്ടേ? ഓക്കെ ഓക്കെ ആ ഗൈസ് റിസോർട്ടിൽ പാമ്പ് ഉണ്ടോ? സേഫാ? അത് പാമ്പല്ല. എന്തായാലും പോവാണ്. മറ്റേ പൂളൊക്കെ സെറ്റ്, പൂളും പൊട്ട ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റാക്കി. അപ്പം ബൈ ഗ്യാസൽ വില്ലേ. നമ്മുടെ വണ്ടി സൗണ്ട് അഖിൽമാന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത പാട്ട്. അഖിലിന്റെ അമ്മ ഇന്നും മോള് സേഫ് ആകട്ടോ, കൂറുണ്ട്. അയ്യോ കോപ്പിറൈറ്റ് അടിക്കും, എന്നാലും വിഷയമില്ല. അപ്പൊ എല്ലാം കഴിഞ്ഞു പോകുന്നു. ബൈ. വിഷയമില്ല, ചേരൊക്കെ സൂക്ഷിച്ച് വന്നിരുന്നാൽ മതി. ചേരൊക്കെ കൂടി അത്രേ ഉള്ളൂ. സീനൊന്നുമില്ല. അവിടെ ഞാൻ 500 ചാമ്പ എല്ലാം ചാമ്പ. സുഖനിദ്ര. ഓക്കെ ബൈ. നമ്മൾ കാർത്തിക് സൂര്യ വ്ളോഗുകളിൽ കണ്ടുവരുന്ന ദ എപ്പിക് ഡ്രോൺ ഷോട്ട് ഇനിയും ആര്യൻ്റെ വ്ളോഗിലും കാണാൻ പോകും. ഏത് കാർത്തിക് സൂര്യയിൽ കണ്ടുവരുന്ന എപ്പിക് ഡ്രോൺ ഷോട്ട്. അയ്യോ എൻ്റെ മണ്ട ഉണ്ടായിരുന്നു, രസം ഉണ്ടായിരുന്നു കേട്ടോ. എപ്പിക് ഡ്രോൺ ഷോട്ട് നമ്മൾ ചെയ്യാൻ പോണ്. സ്വന്തം ഡ്രോൺ വെച്ചല്ല, നമ്മൾ വാടകയ്ക്ക് ഡ്രോണമ്മ എടുത്ത്. കൊള്ളാം, മല കൊള്ളാം. യെസ് അഫ്രൻ, എന്താണ് ഡ്രോൺ ഷോട്ടിനെ കുറിച്ച് അഭിപ്രായം? എടുത്തുകൊണ്ട് പറയാമെങ്കിൽ അതാ ഒരു ഡെമോ ആദ്യം കാണണം. യൂട്യൂബ് വ്ളോഗ് ദ ഹായ് ചൊല്ലുമ്പോ. ഹായ് ഹായ് ഹായ്. ആ പേരെന്നാ? പേര് ചൊല്ല്. ഓക്കെ. My name is Viduna.
ഇത്രയും റെസ്പെക്ട് കണ്ടോ, നന്ദി. മൈ നെയിം ഈസ് ആര്യൻ കെ. ഓക്കെ അയ്യോ ഡ്രോൺ എന്നെ കുട്ടിയില്ല. താഴെ എവിടെ കാലങ്ങോട്ടിട്ടിരിക്കാൻ വെച്ചു. ഓക്കെ ബൈ. പെട്രോൾ ഷോട്ട് എങ്ങനെയുണ്ട്? സീനായില്ലേ? കത്തിച്ചില്ലേ? ഞാൻ അവരെ വീഡിയോ കാണിച്ചതാ. നിങ്ങളും കണ്ട്, നമ്മളും കണ്ട്. എന്റെ സിവ മാറത്തില്ല. അതിനകത്ത് കുറെ കട്ട് ഷോട്ട്സുകൾ. ഏതാ? കൈ എടുത്തിട്ട് അത് പിന്നെ ഡാൻസ് 3-2 ഉണ്ട്. ഇപ്പൊ ഇത് ഡ്രോൺ വീഡിയോ സെപ്പറേറ്റ് ഇട്ടാ. ഡ്രോൺ ഒറ്റയ്ക്ക് എടുത്തുള്ളൂ. അത് ലാൻഡ്സ്കേപ്പ് ആക്കി മാറ്റാൻ പറ്റുമോ? ഏതല്ലേ വണ്ടി നോക്ക് ഗൈസ്, കിടില വണ്ടി. നമ്മള് പാട്ട് കളിക്കാൻ വേണ്ടി ഞാനല്ല കെട്ടിയേ. കഴിക്കാൻ നിർത്തി. ഭയങ്കര സഫോൺ സീറ്റ് കിട്ടില്ല. ഓക്കെ സഫോൺ സീറ്റ് കിട്ടിയ വിഷയമില്ല. പാറിന് ഇട്ടാണ്. പാറിന് ഫുൾ ടൈം ഉറക്കാം. ഇപ്പൊ എണ്ണിച്ചിട്ട് കോതമംഗൽ എത്തിയത്. ഞാൻ ഉറങ്ങിയാണ്. ലിയാസെ ആരും ഉറങ്ങി, ഇവിടെ ഇറങ്ങിയത്. എണ്ണിച്ചിട്ട് കോതമംഗൽ എത്തിയെന്ന്. വണ്ടിയൊക്കെ ഫുഡ് കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? ഞങ്ങളുടെ കുഴപ്പമില്ലായിരുന്നു. ചപ്പാത്തി മുട്ടക്കറി. ഞങ്ങളുടെ ശോകം. ഇവര് എവിടെ പോയി എന്ത് കഴിച്ചാലും പിന്നെ ആര്യന്റെ പ്രശ്നമാണോ? ഞാൻ പറയട്ടെ, ഞാൻ എവിടെയൊക്കെ ചെന്നിരുന്നു അവിടെയൊക്കെ എനിക്ക് ലാസ്റ്റേ ഫുഡ് കിട്ടിയിട്ടുള്ളൂ. അതിൽ ഞാനും ഉണ്ട് ഗൗതമാണ് കോമൺ പാർട്ട്നേഴ്സ്. ഞാൻ നീ ശ്രദ്ധിച്ചാൽ മതി. ഇന്നലെ രാവിലെ ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് ഒരുമിച്ച് കഴിച്ചു ഞാനും ഗൗതം. രാത്രിയിൽ ഒരുമിച്ചിരുന്നു. ഇന്ന് രാവിലെ ഒരുമിച്ചിരുന്നു. ഇനി നിങ്ങൾ ഒരുമിക്കരുത്. ഇപ്പൊ ഒരുമിച്ചിരുന്നു. അവിടെ എവിടൊക്കെ എത്തുന്നു അവിടെ എല്ലാം ഫുഡ് താമസിച്ചായിരിക്കും. നീ എന്റെ കൂടെ ഫുഡ് ആയിരിക്കും. പൊട്ട ഫുഡ്. ആരാ? നീ എന്റെ കൂടെ വാ. സഫോ എന്നെ ബിട്രേ ചെയ്ത് ഇന്നലെ. അല്ല പക്ഷെ എനിക്ക് ഓക്കെ ആണ് കേട്ടോ. ഫുഡ് ഫ്രൈഡ് റൈസ് ആയിരുന്നു. എടാ ഞാൻ ഫ്രൈഡ് റൈസ് പറയാൻ പോയടാ. ഇവരെല്ലാം പറയടാ ഫ്രൈഡ് റൈസ് വഴികൂടാ, ഒരു സീറ്റല്ലേ, അപ്പൊ ആ സീറ്റില് ബിരിയാണി പോരെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഫ്രൈഡ് റൈസും സോസൊക്കെ ഇങ്ങനെ അതെ നല്ല രസമുണ്ടായിരുന്നു. കെച്ചപ്പും ആ ചില്ലി സോസും അതൊക്കെ കുഴച്ചിട്ട് കഴിക്കുന്നുണ്ടല്ലോ. കഴിച്ച റോച്ചാസ് അതോ അവിടെ വിദൂരതയിൽ കാണുന്ന റോച്ചാസ്. സ്ഥലം കൂടി ഒന്ന് മെൻഷൻ ചെയ്യും. ടൗണിലാണ്. അപ്പൊ എല്ലാരും ഇവിടെ ഇപ്പൊ പരിപാടി ആ എല്ലാം കടയും കയറി ടെസ്റ്റ് അടിച്ചോണ്ടിരിക്കുന്നു. അതെ ഇവര് മാച്ചിങ്. അവര് മാച്ചിങ്.
അവിടെ കാലേ കിടക്കുന്നത് 22,000 രൂപയുടെ ഷൂ ആണ്. സോറി 35,000. ഏകോ ഫിറ്റ് വെർത്ത് എങ്ങനെയാ? സോറി ഔട്ട്ഫിറ്റ് വെർത്ത് എങ്ങനെയാ? ഒന്ന് ഏകദേശം ഇല്ല ഇല്ല ഏകദേശം ഔട്ട്ഫിറ്റ് വെർത്ത് എങ്ങനെയാണ്? ഈ ഗ്ലാസ്സിന് എത്ര? ഫസ്റ്റ് ഗ്ലാസ് ഓക്കെ. മാലയ്ക്ക് എങ്ങനെ റേറ്റ് എങ്ങനെ? ആക്സസറീസോ? സഫോനാ ഇവനാ? പ്രീമിയം ടീം കാണിക്ക്. ഇതോടെ ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇനി ഗൗതത്തിന്റെ കൂടെ ഇരിക്കത്തില്ല. നമ്മളെപ്പോ ഇരിക്കുന്നു പെണ്ണ. ഇനി ആക്സസറിന്റെ വെറുത്ത് പറ. ഓക്കെ, ഫ്രീ ആയിട്ടൊക്കെ തരുമോ? ഈ കമ്മലെ സ്വർണ്ണമാണോ? രണ്ടും ഈ ഷൂ ഏതാ? സത്യം പറഞ്ഞ എല്ലാം ചേച്ചിയുടെയാണോ? എല്ലാം ചേച്ചി യൂസ് ചെയ്തത് കൊടുക്കുന്നു, അത്രയാണ്. സങ്കടം ഉണ്ടല്ലോ ചേച്ചി ഇല്ലാത്തത്. അക്കുലിന്റെ അമ്മ കുട്ടിക്ക് സങ്കടമുണ്ട്. എത്രയും പെട്ടെന്ന് കുട്ടിയെ കെട്ടിച്ചിട്ടുണ്ട്. എന്നൊരു ചെറുക്കൻ വേണ്ടിയാണ്. ചെറുക്കനെ തേടുന്നു, വരനെ തേടുന്നു. ഇല്ലില്ല, വരനെ തേടുന്നു. ഓക്കെ, സ്ഥലം മൂന്നാറായാലും കുഴപ്പമില്ല. ചെറുപ്പക്കാരെ ഏത്? തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ. ഈ ആക്സസറീസ് എവിടെന്നോ? ഇതെന്താ അവര് കമ്പി വളച്ചു വെച്ചേക്കോ? ഓക്കെ, സോറി. എനിക്ക് എന്റെ ചേച്ചി അമ്മയും മേടിച്ചത് ഇതൊക്കെ ഉള്ളതാ. ഓക്കെ, നെച്ചു മീൻസ് ആരാ? നെച്ചു. ഓക്കെ, നെസ്റ്റ ജാസ്മിൻ. നിനക്ക് എന്താ ആക്സസറീസ് ഒന്നുമില്ല? ഇതെന്താടി അവര് തയ്ച്ചപ്പോ തുണി കൂടി പോയോ? ഓ, ബംഗാളിയുടെ കോസ്റ്റ്യൂം ഇവര് ഫാഷൻ സെൻസ്. ബംഗാളിയുടെ കോസ്റ്റ്യൂം ഇട്ടിറങ്ങി അവന് ഫാഷൻ സെൻസ് ഉണ്ടല്ലേ? ബായ് സാബ്, ഔട്ട്ഫിറ്റ് വെർത്ത് ഹൗ മച്ച്? സാറേ മിസ്റ്റർ അരുണമസ്, ഈ ഷൂ എവിടെ നമ്മൾ മേടിച്ച? ഈ 32 രൂപയുടെ ഷൂ. 32 രൂപയുടെ ഷൂ നമ്മൾ പാണ്ടികളെ വരെ തോപ്പിച്ച ഒരു സൂപ്പർ സ്റ്റാർ ആണ്. അതിന്റെ വീഡിയോ നിങ്ങൾ മുമ്പേ കണ്ടില്ലേ? ഞാൻ എടുത്തിട്ടുണ്ട്, ബ്ലോഗിൽ വരൂ. അപ്പം ഇവിടുന്ന് തെറിക്കുക. ഇനി അടുത്ത സ്പോട്ടോ വീഡോ എന്താ വെച്ചാൽ കാണാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം, ഇല്ലെങ്കിൽ ഞാനൊരു ഗിംബ് എടുക്കും. ഗുൾസേ എന്താ വെച്ചാൽ എടുക്കാം. ഓക്കെ. ഓഹ്, ഒരുത്തി പാടിയിടാൻ വേണ്ടി ഭയങ്കര ശല്യം. അങ്ങനെ എടുക്കാം. ഗൈസ്, നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എക്കോ പോയിന്റ്. ഇത് മറ്റേ മൂക്കി പൊടി വന്ന് ശരി, പൊടി അണിച്ച് ഞാൻ പറഞ്ഞത് 3-6 വരാറാണ്. നീ 2-6 അടിച്ച സാധനം കേട്ടാ? ഇതെവിടെയാണെന്ന്? 3-6 ഒരാറാണെന്ന്. ഇനി 2 കൂടി ഉണ്ടെന്ന്. കൊള്ളാം. ഇതെന്താ സ്ഥലം? എന്താ ഇത്? ഞങ്ങളിവിടെ സ്ലൈഡിങ് ക്ലാസ്സിലാണല്ലേ ഏകു? എടാ, നീ ഏകു കൊണ്ടപ്പോ കൈ വിട്ടിട്ട് എന്നെ വിട്ടിട്ട് പോയാ? ഞാൻ എന്നെ പിടിച്ചു. അയ്യോ, ഒരു മല കയറണമല്ലോ. ഇത് കണ്ടോ? നമ്മളിപ്പോൾ നിൽക്കുന്ന ഏറ്റവും അടിത്തട്ടം. അത് പണ്ടൊരു കാലത്ത് ഇതിൻ്റെയൊക്കെ മണ്ടയ്ക്ക് ഞാൻ പൊക്കത്ത് കണ്ടോ? എൻ്റെ കൈ കാണാം. ആ പൊക്കത്തിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. മാട്ടുപ്പെട്ടിയിടാം കണ്ട. അപ്പം ഇതുണ്ടോ? നമ്മൾക്ക് വേണമെങ്കിൽ പറയാം,
നമ്മൾ ഈ മണ്ണ് ഇതിൻ്റെ അടിത്തട്ട് ഇത് ഒരു കാലത്ത് ഇനിയും തിരിച്ചതുപോലെ ആവത്തില്ലെന്നല്ല ആവുക. ആവുമ്പം പറയാം നമ്മൾ തട്ടി വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു തോടൊഴുകുന്ന പോലെ ഉണ്ട് കേട്ടോ, വേറൊന്നുമില്ല. എന്തായാലും തുണ്ടിയില്ല അല്ലേ സെറ്റപ്പ്. അപ്പോൾ ഗൈസ് അവിടെ തിരിച്ചു പോവാം. കണ്ട സ്റ്റേഷൻ സ്ഥലം. ഓക്കെ ബൈ. ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. ലെവല് കണ്ടോ, ഇത്രയും പൊക്കത്തി വെള്ളം ഉണ്ടായിരുന്നു. അവിടെ കിടക്കാൻ ഞാൻ കയാക്ക്. നമ്മൾ ഇന്നലെ കയറി ടോണിയിലാണ് നമ്മൾ ഇന്നലെ കയറിയത് അല്ലേ സഫ്? നമ്മൾ ഇന്നലെ കയറി എന്താ ടോണി. ബാക്കിയെല്ലാം കാണാം. മഴ വേണമായിരുന്നല്ലേ ശ്രീയ? അവിടെ വഴിയൊന്നുമില്ലല്ലോ, ഇവനെന്താ അങ്ങോട്ട് വന്നേ? നല്ല രസം ഉണ്ടായിരുന്നോ? നമ്മൾ ജസ്റ്റ് അഡ്വഞ്ചർ ആക്കിയ സഫോ വാച്ച് മെക്കാൻ എനിക്കുണ്ട് എവരിത്തിങ്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുകളിലൂടെ നമ്മളിവിടെ ഷോപ്പിങ്ങിന് വേണ്ടി ഇങ്ങോട്ട് നടക്കുന്നതാണ്. ഷോപ്പിംഗ് എന്തൊക്കെയാണെന്ന് നോക്കിട്ട് വരാം. മനാഫ് ഫ്രണ്ടിൽ പോയി, അതുകൊണ്ട് നമ്മളും ബാക്കിൽ പോകും. മനാഫ് ഫോൺ വിളിച്ച് പോയി, നമ്മൾ ഫോൺ വിളിക്കാതെ വരുന്നു. ചത്ത് അയ്യോ എന്തൊക്കെയുണ്ട് കേട്ടോ, നോക്കട്ടെ കാണിച്ചു പർച്ചേസൊക്കെ ആക്കി. എവിടെ വെള്ളം കുപ്പി കാണിക്കി കണ്ട. ഇതാണ് ഗൈസ് അക്കുലും മേടിച്ച സാധനം. ഓ ആ ഫ്ലോ പോയി കുടുങ്ങി. അതെടുത്തു. 50 രൂപ മുതക്കി അക്കുലും മേടിച്ച സാധനം. ഇന്നത്തെ 50 ആയിരുന്നോ? 30 ഉണ്ടായുള്ളൂ. ഓക്കെ ഗുഡ് ഗൈസ്. അങ്ങനെ നമ്മുടെ ട്രിപ്പിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ടീ സ്പോട്ട് മൂന്നാർ. ചായ ബസാർ. നമ്മളെ വണ്ടി ഇടിക്കാൻ വന്നിട്ട് അതെ എന്താ വർക്കായ ഞാൻ അഭിനയിച്ചല്ലേ. ഈപ്പി ചത്തു, ഉറങ്ങി ചത്തു. പോരാ ഫുൾ ടൈം ഇതല്ലേ ചേച്ചി? ഇങ്ങനല്ലേ ചേച്ചി? ആദ്യം ഉണ്ടല്ലോ റൗണ്ട് വൈസ് 6 തവണ, പിന്നെ ക്ലോക്ക് വൈസ് 6 തവണ. ഇങ്ങനെ മിക്സ് ചെയ്യൂ. നല്ല മധുരമുള്ള ഇങ്ങനെ മിക്സ് ചെയ്യൂ. ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും കിട്ടും ടേസ്റ്റി കോഫി. അടിക്കല സബ്സ്ക്രൈബേഴ്സാ. ഹായ് അയ്യോ ഹായ് ശരിക്ക് ചമ്മല്ലെങ്കിൽ ചമ്മിപ്പോ, അതുകൊണ്ടാ. മതി അത് മതി. ഇതൊരു പക്ഷേ ലാസ്റ്റ് സ്ഥലമായിരിക്കും. ഇങ്ങനെ സ്ഥലമില്ല. ഇനി നേരെ വീട്ടിലോട്ട്. ഓക്കെ മൂന്നാർ പാർട്ട് കഴിഞ്ഞു. മൂന്നാർ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എല്ലാരും ഏകും ഇറങ്ങിയില്ല. അതെ ഞാൻ നല്ല ബ്ലോക്ക് ഉണ്ടായി. തിരിച്ചത് നല്ല താമസമായി.
ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.